Okay. Yeah, guys. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഇപ്പൊ ഈ സിംപ്ലി സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്കിപ്പം ഇപ്പൊ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് ലൈക്ക് കോമൺലി നമ്മൾ കേട്ടിരിക്കുന്ന ഒരു വേർഡാണ് ഈ ബ്ലോക്ക് ചെയിൻ. ഇപ്പൊ ബ്ലോക്ക് ചെയിൻ എന്നുള്ള വാക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറെ ഓരോ സ്ഥലത്ത് നമ്മൾ ഇന്ത്യയിൽ അധികം വന്നില്ലെങ്കിലും ഗ്ലോബൽ സ്കെയിൽ അത് വളരെ കോമൺലി പോപ്പപ്പ് ആയി വരുന്നൊരു വാക്കാണ് ടെക്നോളജി സൈഡിൽ. ഇപ്പൊ ഇനി നിങ്ങൾ ബ്ലോക്ക് ചെയിൻ കേട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞൊരു എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. സോ ഇതെല്ലാം ഒരു അംബ്രലയുടെ കീഴെ വരുന്ന സംഭവങ്ങളാണ്. അപ്പോ ബേസിക്കലി ഞാനിപ്പോ ഇന്ന് എന്താ ബ്ലോക്ക് ചെയിൻ അത് സിമ്പിൾ ആയിട്ട് എനിക്ക് പറ്റുന്ന അത്ര രീതിയിൽ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും വൈ ഇസ് ഇറ്റ് ബിക്കമിങ് സച്ച് എ ബൂമിങ് ഇൻട്രസ്റ്റ്, ഇതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. സോ സോ വാട്ട് ഇസ് എ ബ്ലോക്ക് ചെയിൻ? ഓക്കെ, അക്കോർഡിംഗ് ടു IBM എന്ന് പറഞ്ഞൊരു കമ്പനി അവർ ഇത് സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്ലോക്ക് ചെയിൻ ഇസ് എ ഷെയർഡ് ഇമ്മ്യൂട്ടബിൾ ലെഡ്ജർ ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ആൻഡ് ട്രാക്കിംഗ് അസറ്റ്സ് ഇൻ ദ ബിസിനസ് നെറ്റ്വർക്ക്. ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സംഭവമാണ്, കടിച്ചാൽ പൊട്ടില്ലാത്ത കുറെ വാക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ തോന്നും. അപ്പൊ ഞാനിത് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയിൻ ഇസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസ് ആണ്. ആ ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഒരു ഡാറ്റാബേസിന് എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സൽ നമ്മൾ സ്പ്രെഡ്ഷീറ്റ് ഉണ്ടാക്കുന്നു. അതിൻ്റെ അകത്ത് ഒരു ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് എന്നുവെച്ചാൽ ഒരു ക്ലാസിന്റെ ഡീറ്റെയിൽസ് എടുക്കുക. എക്സാമ്പിൾ ഞങ്ങളുടെ BCA X6 ക്ലാസ് എടുക്കുക. ആ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന്റെ നെയിം, ആ സ്റ്റുഡൻസിന്റെ റോൾ നമ്പർ, ദെയർ ഗ്രേഡ്സ്, മാർക്സ്, ഓരോ സബ്ജക്റ്റിന്റെ ഇങ്ങനൊരു ടേബിൾ ഉണ്ടാക്കുന്നു. അതൊരു ഡാറ്റാബേസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ അങ്ങനെ ഒരു സ്പെസിഫിക് അതാണ് ഒരു ഡാറ്റാബേസ്. സോ ബ്ലോക്ക് ചെയിനിന് ഒരു റഫ്ലി ഇറ്റ് ഇസ് എ ഡാറ്റാബേസ് ആണ് അത് സംഭവം. ഇനി കുറച്ചും കൂടെ ഡെപ്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇറ്റ് ഇസ് എ ഡാറ്റാബേസ് ദാറ്റ് സ്റ്റോർസ് ഡാറ്റ ഇൻ ബ്ലോക്സ് ആൻഡ് ദാറ്റ് ആർ ചെയിൻഡ് ടുഗദർ. ഇറ്റ് യൂസസ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി DLT which allows multiple computers to store the information. ഇങ്ങനെ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളെ ബ്ലോക്ക് ചെയിനിൽ നമ്മുടെ ഡാറ്റ, നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ, ഈ നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് എക്സാമ്പിളിന് എടുക്കാം. ഈ സ്പ്രെഡ്ഷീറ്റ് ഓരോ ബ്ലോക്സിന്റെ ഫോർമാറ്റിലാണ് സ്റ്റോർ ആകുന്നത്. ഓരോ ക്യൂബ്, നമ്മുടെ റൂബിക്സ് ക്യൂബ് എടുക്കുക, ഒരു ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതുപോലെ നമുക്കൊരു 5 റൂബിക്സ് ക്യൂബ് ഉണ്ട്. ആ 5 ക്യൂബിലും നമ്മുടെ ഈ സെയിം സ്പ്രെഡ്ഷീറ്റ് BCA S6 എന്നുള്ള സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ഓഫ് ഈ ഡാറ്റ, അപ്പോൾ ആ ഡാറ്റാബേസ് ഇങ്ങനെ കുറെ സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, സെയിം കോപ്പി. അത് ഇങ്ങനെ ഓരോ ബ്ലോക്സ് ആയിട്ട് സ്റ്റോർ ആകുന്നു. ഈ ഓരോ ബ്ലോക്കിനും ഒരു അഡ്രസ് ഉണ്ട്, ഇതിനെ ഹാഷ് എന്ന് പറയും. ഈ ഓരോ അഡ്രസ്സ് ഓരോ ബ്ലോക്കിനും ഇറ്റ് ഇസ് എ യുണീക്ക് ഹാഷ്. ആ ബ്ലോക്കിൽ സ്റ്റോർ ചെയ്യുന്ന വെച്ചാൽ അവരിപ്പോൾ ഒരു ബ്ലോക്കിൽ വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡാറ്റ ദാറ്റ് സ്റ്റോർഡ് ടു എന്ന് വരുന്നത് ആ ബ്ലോക്കിന്റെ ഹാഷ്. ആ ബ്ലോക്കിനുള്ള ഒരു സ്പെസിഫിക് അഡ്രസ്. 3 അതിന്റെ തൊട്ട് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഉണ്ട്, ആ ബ്ലോക്കിന്റെ അഡ്രസ്സ്. അപ്പോൾ ഈ പ്രീവിയസ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും വെച്ചിട്ട് ഓരോ ബ്ലോക്കുകളും തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ചെയിൻ ഫോം ചെയ്ത് ഈ ബ്ലോക്ക് എല്ലാം കൂടെ ഒരു ചെയിൻ ഫോം ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവുക. സോ അതാണ് ബ്ലോക്ക് ചെയിൻ. അപ്പോൾ പിന്നെ ദ ഗോൾ ഓഫ് ബ്ലോക്ക് ചെയിൻ ഇസ് ടു അലൗ ഡിജിറ്റൽ ഇൻഫർമേഷൻ ടു ബി റെക്കോർഡഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് നോട്ട് ടു ബി എഡിറ്റഡ് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ഈ ചെയിനിലെ ഇൻഫർമേഷന് ഒന്ന് നമ്മൾ ആ സാധനം അടിച്ചു വിട്ട് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇനി ഒരു ടാമ്പർ ചെയ്യാനും പറ്റത്തില്ല, നമുക്ക് മോഡിഫൈ ചെയ്യാനും പറ്റത്തില്ല എന്ന് പറയാൻ പറ്റും. ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ആൻഡ് നോട്ട് ഈസിലി പോസിബിൾ. അത് ഇതുവരെ ടിൽ ഇൻ ദി ഹിസ്റ്ററി ഇപ്പൊ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തതായത് 2008 ആ 2008 തൊട്ട് പ്രസന്റ് ഡേറ്റ് ടിൽ നൗ ഓൺലി വൺസ്, അതും അതിന്റെ ബിഗിനിങ് സ്റ്റേജസിൽ അതാണ് മാത്രമേ ഒരു ചെറിയ ഒരു ഹാക്ക് പോലെ നടന്നിട്ടുള്ളതല്ലേ. അതിനുശേഷം it has not been tampered with till now. ഇപ്പൊ ഞാൻ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഇതിന്റെ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങളിത് കാണുന്നത് ബ്ലോക്സ്, ഈ ഒരു ഡയഗ്രാമിൽ കാണുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ഓരോ ബ്ലോക്കുകൾ. ഇപ്പൊ കാണുന്ന ഓരോ ബ്ലോക്കുകൾ ഇസ് കണക്റ്റഡ് ടു ഈച്ച് അതർ. ഓക്കെ, ഓരോ ബ്ലോക്കിനും ഒരു സ്പെസിഫിക് അഡ്രസ് ഉണ്ട്. ഈ മോളിൽ കാണുന്ന കുറെ ക്യാരക്ടേഴ്സ്. ഓക്കെ, ഈച്ച് ഓഫ് ദീസ് ക്യാരക്ടേഴ്സ്, അപ്പോ ഇത് ഈ ഫസ്റ്റ് കാണുന്ന ബ്ലോക്കിൽ ആണെങ്കിൽ ഇതിന്റെ അഡ്രസ് ആണ് ഈ മുകളിൽ കാണുന്നത്. ആൻഡ് ഈ സെക്കൻഡ് ബ്ലോക്കിന്റെ അഡ്രസ് ആണ് ഈ മുകളിൽ കാണുന്നത്. ഈ ഫസ്റ്റ് ബ്ലോക്കിൽ ഈ സെക്കൻഡ് ബ്ലോക്കിന്റെ അഡ്രസ് അത് സ്റ്റോർഡ് ആണ്. ദാറ്റ് ഇസ് ഹൗ
ദിസ് ഫസ്റ്റ് ബ്ലോക്ക് ഐഡന്റിഫൈസ് ദ സെക്കൻഡ് ബ്ലോക്ക്, എവിടെയാണ് ഇത് ഈ സെക്കൻഡ് ബ്ലോക്ക് സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ ബ്ലോക്കിൽ നിന്ന് ഡാറ്റ ഇങ്ങനെ വെരിഫൈ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് റഫ്ലി ഇൻ നട്ട്ഷെൽ വാട്ട് ഈസ് ബ്ലോക്ക് ചെയിൻ. ഇനി ഇപ്പൊ ഞാൻ മൂവിങ് ഓൺ, ഇപ്പൊ നമ്മുടെ കറന്റ് സൊസൈറ്റി ബ്ലോക്ക് ചെയിനിനെ പറ്റി അധികം അവയർനെസ് ഇല്ല. സോ പീപ്പിൾ അസ്യൂം ആൻഡ് ദർ ആർ ലോട്ട്സ് ഓഫ് മിത്സ് അബൌട്ട് ബ്ലോക്ക് ചെയിൻ ഇൻ ആ സൊസൈറ്റി അറ്റ് പ്രസന്റ്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലി ഐ ഹാവ് കം അക്രോസ് പ്ലെന്റി ഓഫ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ബ്ലോക്ക് ചെയിൻ, സം ആർ വെരി ഫണ്ണി. അതിപ്പോ ഞാനിപ്പോ ഒന്ന് കാണിച്ചു തരാം ഏതൊക്കെയാന്നുള്ളത്. These are the common myths or mistakes that people believe or have about blockchain. ഒന്ന്, Bitcoin is blockchain or vice versa. രണ്ടാമത്, all data put on a blockchain is public, so is it safe? മൂന്ന്, blockchain is a scam. നാല്, blockchains are costly and inefficient. അഞ്ചാമത്തേത്, blockchain and money chain are the same. ആറാമത്തെ, the enterprise businesses are not adopting blockchain technology. ഇങ്ങനെ ഓരോ മിത്സ് അല്ലെങ്കിൽ ഓരോ ആൾക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണ്. ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ദി ടെക്നോളജി. കാരണം ഇതിപ്പോ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഫേസിലാണ്, ഇപ്പോഴും വളർന്നു വരുന്നതേ ഉള്ളൂ, ഇനീഷ്യൽ സ്റ്റേജിലാണ്. ഇപ്പൊ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അധികം അറിയത്തില്ല. സോ പീപ്പിൾ മേക്ക് അസംഷൻസ്, പിന്നെ ഒന്നും റിസർച്ച് ചെയ്യാണ്ട് പലതും പറയും. അപ്പൊ ബേസിക്കലി ഇന്നത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്നത് കോൺട്രഡിക്ട് ചെയ്യാൻ വെച്ചാൽ ഈ പറയുന്നത് മിത്സ് ഇത് നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഐഡിയ തരിക, ഈ സംഭവം ഇങ്ങനെയല്ല, ഇതിന്റെ ആക്ച്വൽ പോയിന്റ് ഓഫ് വ്യൂ എന്താ സംഭവം എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. സോ മൂവിങ് ഓൺ വിത്ത് ബ്ലോക്ക് ചെയിൻ, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ, ഇപ്പൊ ബ്ലോക്ക് ചെയിൻ ഫസ്റ്റ് പറഞ്ഞ ഒരു ഇതിൽ മനസ്സിലായില്ലെങ്കിൽ ഞാനിപ്പോ ഒരു റിയൽ ലൈഫ് സിനാരിയോ അല്ലെങ്കിൽ എക്സാമ്പിൾ വെച്ച് ഹൗ ബ്ലോക്ക് ചെയിൻ വിൽ ഇംപ്രൂവ് ദ പ്രസന്റ് സിനാരിയോ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഇമാജിൻ നമ്മുടെ കോളേജ് ക്രിസ്തുവതിയില് സ്റ്റുഡന്റ് ജോസഫ്, എൻ്റെ അറ്റൻഡൻസ് എല്ലാ ദിവസവും ടീച്ചർമാർ വന്നെടുക്കുന്നു, നമ്മുടെ അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഈ കാണുന്ന ഫിഗറിൽ ഈ ഓൾ ദീസ് മാർക്സ്, ദ ബ്ലൂ ചെക്ക് ലിസ്റ്റ്, അതെന്ന് പറയുന്നത് എൻ്റെ ഡെയിലി അറ്റൻഡൻസ് ആണ്. അപ്പോൾ ഇതെൻ്റെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, എൻ്റെ ആഴ്ചയിലത്തെ 5 അറ്റൻഡൻസ് അത് ഈ എൻ്റെ ക്ലാസ് ട്യൂട്ടർ വന്ന് എടുക്കുന്നു. എന്നിട്ട് എൻ്റെ ക്ലാസ് ട്യൂട്ടർ അറ്റൻഡൻസ് എടുത്തിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിലെ ഓഫീസ് സിസ്റ്റം അവിടെ പോയി എൻ്റർ ചെയ്യുന്നു, എൻ്റെ അറ്റൻഡൻസ് എൻ്റർ ചെയ്യുന്നു, അത് എല്ലാം പോയി ഈ ഡാറ്റാബേസിൽ സ്റ്റോർ ആകുന്നു. അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രസന്റ് സെനാരിയോ നടക്കുന്നത്. അപ്പൊ കോളേജിനൊരു കണ്ടീഷൻ ഉണ്ട്, ഒരു സ്റ്റുഡൻറ്റിന് 40% ബിലോ അറ്റൻഡൻസ് ഉള്ളൂ, അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല, യൂണിവേഴ്സിറ്റി എക്സാം ഒന്നും എഴുതാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു ഇഷ്യൂ, ഇങ്ങനെ റൂൾ ഉണ്ട്. അപ്പോൾ ഇൻ ദാറ്റ് സിനാരിയോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇഫ് ഐ ആം ടെക്നിക്കലി സ്കിൽഡ് ഇനഫ്, എനിക്ക് നമ്മുടെ കോളേജിലെ സിസ്റ്റം ഹാക്ക് ചെയ്ത് എനിക്ക് ആ ഡാറ്റാബേസിൽ തിരുത്ത് വരുത്താം. ഒരുത്തിനും അറിയാൻ പോണില്ല. എനിക്ക് അതിൻ്റെ അകത്ത് കയറി ഒരു ഡാറ്റാബേസിൽ ചെറിയ തിരുത്ത് വരുത്തിയിട്ട് എൻ്റെ അറ്റൻഡൻസ് എനിക്ക് ഒരു 70% അറ്റൻഡൻസ് ആക്കാം, എൻ്റെ 35 അല്ലെങ്കിൽ 20% അറ്റൻഡൻസ് അത്ര ആക്കാൻ പറ്റും. ആരും അറിയാൻ പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ കോളേജിലെ IT ടെക് നോക്കുന്ന ആൾക്ക് കൈക്കൂലി കൊടുക്കുക, കുറച്ച് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്തിട്ട് പുള്ളിയെ സ്വാധീനിച്ച് പുള്ളിയെ കൊണ്ട് തിരുത്തു വരുത്താം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ പ്രസന്റ് സിനാരിയോയിൽ നടക്കുന്നത്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഈ ട്രഡീഷണൽ സിസ്റ്റം മാറ്റി ഇവിടെ ബ്ലോക്ക് ചെയിൻ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സിനാരിയോ, ടീച്ചർ വന്ന് ക്ലാസ് ട്യൂട്ടർ വന്നിട്ട് അറ്റൻഡൻസ് എടുക്കുന്നു, അറ്റൻഡൻസ് എടുത്തിട്ട് അത് കൊണ്ടുപോയി എൻ്റർ ചെയ്യുന്നു. ബട്ട് വെൻ ബ്ലോക്ക് ചെയിൻ എക്സിസ്റ്റ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിഫറെന്റ് ലൈക്ക് ഒരു സിംഗിൾ ഡാറ്റാബേസ് അല്ല, there are multiple database that stores the same data. ഒരു സെയിം ഡാറ്റ തന്നെ മൾട്ടിപ്പിൾ ഡാറ്റാബേസ് ഇഷ്ടം പോലെ നമുക്ക് ഓരോ ടീച്ചർമാരുടെ സിസ്റ്റം ആയിട്ട് എടുക്കാം. ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഓരോ ബ്ലോക്സ് നമുക്ക് ഓരോ ഫാക്കൽറ്റിയുടെ എടുക്കാം. എന്നിട്ട് എൻ്റെ അറ്റൻഡൻസ് അപ്പൊ സ്റ്റോർ ആകുന്നത് ഈ കാണുന്ന 5 ടീച്ചർമാരുടെ ഡാറ്റാബേസിൽ പോയിട്ട് എൻ്റെ അറ്റൻഡൻസ് റെക്കോർഡ് ആകുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് practically possible for me to hack into the system, because ഈ ബ്ലോക്ക് ചെയിൻ്റെ ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു ബ്ലോക്കിൽ എന്തെങ്കിലും തിരുത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ അഡ്രസ്സ് എന്നുവെച്ചാൽ ഹാഷ് ചേഞ്ച് ആവും. അങ്ങനെ ഹാഷ് ചേഞ്ച് ആയി കഴിയുമ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള ബ്ലോക്കിന് ആ പുതിയ ഹാഷ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല.
സോ അങ്ങനെയായി വന്നു കഴിയുമ്പോൾ ദ എൻറ്റയർ സിസ്റ്റം എന്നുവെച്ചാൽ എൻറ്റയർ ബ്ലോക്ക് ചെയിനിലുള്ള ബാക്കിയുള്ള ബ്ലോക്കുകളെല്ലാം ഇത് കണ്ടുപിടിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും കൂട്ടത്തിലൊരു തിരുത്ത് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അത് കിക്ക് ഔട്ട് ആവും, അഡ്മിന് ഡിറ്റക്ട് ആവും. സോ ടാമ്പറിംഗ് വിത്ത് ദ ഡാറ്റ ഇൻ എ ബ്ലോക്ക് ചെയിൻ ഇസ് നോട്ട് ഈസി. ഇനി ഇത് ഇപ്പൊ ഇനി ആരെങ്കിലും ഹാക്ക് ചെയ്ത് ഇത് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചോ, അത് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ബ്ലോക്കിൽ ഈ 5 എണ്ണത്തില് മിനിമം 3 എണ്ണത്തില് ഞാൻ കയറി ടാമ്പർ ചെയ്യും അറ്റ് ദ സെയിം ടൈം, അറ്റ് ദ സെയിം സെക്കൻഡ് ഞാൻ കയറി എന്റെ ഡാറ്റ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സിനാരിയോ ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. വെച്ചാൽ ഐ ക്യാൻ ഗെറ്റ് അവേ വിത്ത് ഇറ്റ്. ബിക്കോസ് ഇവർ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 51% അറ്റാക്ക് എന്ന് ഇതിന് പറയുന്നത്. വെച്ചാൽ ഒരു 51% ഓഫ് ദ ബ്ലോക്ക് ചെയിനിലെ നോഡ്സ് വെച്ചാൽ ഓരോ ഡാറ്റാബേസ് 51% കൂടുതലുള്ള സാധനത്തിന് നമ്മൾ ചേഞ്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് അവേ. അങ്ങനെ മാത്രമേ ഒരു ബ്ലോക്ക് ചെയിനെ ഹാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് അങ്ങനെ ഒരു ഹൈസ്റ്റ് പുൾ ഓഫ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹാക്ക് പുൾ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ നീഡ് വാസ്റ്റ് ഫൈനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് വാസ്റ്റ് ടെക്നോളജിക്കൽ റിസോഴ്സസ്. അത് ഇറ്റ് ഈസ് നോട്ട് ഈസിലി അവൈലബിൾ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസിലി പോസിബിൾ. ആൻഡ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നതിന്റെ ആ ചെയിൻ അല്ലെങ്കിൽ ഈ ടെക്നോളജി എന്ന് ഈ നമ്പർ ഓഫ് നോഡ്സ് ദാറ്റ് ഈസ് ഇൻക്രീസിങ് ബൈ എ ലാർജ് നമ്പർ ഓഫ് ബൈ ഡേ ബൈ ഡേ. ഇപ്പൊ നിങ്ങൾ ഈ ബിറ്റ് കോയിൻ മൈൻ ചെയ്യുന്നു, ബിറ്റ് കോയിൻ മൈനേഴ്സ്, ഈ ക്രിപ്റ്റോ കറൻസി മൈനിങ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. ഈ മൈനേഴ്സ് എന്ന് പറയുന്ന ബേസിക്കലി അവർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരാണ് ഈ കാണുന്ന ബ്ലോക്സ് ഒരു ബ്ലോക്ക് ചെയിനിൽ. ഈ മൈനേഴ്സ് ആണ് ബ്ലോക്സ്. അവരാണ് ഈ ഓരോ ഡാറ്റ നമ്മൾ ബ്ലോക്ക് ചെയിൻ എൻ്റർ ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ മൈനേഴ്സിന്റെ എണ്ണം കൂടുമ്പോഴത്തേക്കും ദ നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ ദ ബ്ലോക്ക് ചെയിൻ ഇൻക്രീസസ്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ ഇങ്ങനെ വാലിഡേറ്റ് ആകുമ്പോഴത്തേക്കും എന്താ പറയാ, വാലിഡേറ്റ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ദിവസം കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് സിസ്റ്റം കൂടുമ്പോഴത്തേക്കും ഈ 51% അച്ചീവ് ചെയ്യാനുള്ളതിന്റെ ടാർഗറ്റ് ഈ ടാമ്പർ ചെയ്യാൻ വെച്ചാൽ ഉടായ്പ കാണിക്കാനുള്ളവർക്ക് ഇത് കൂടും. അപ്പൊ അവന് കൂടുതൽ കാശ്, കൂടുതൽ റിസോഴ്സസ് വരും. സോ ഇറ്റ് ഈസ് നോട്ട് ഫിനാൻഷ്യലി ഫീസിബിൾ ഫോർ എ പേഴ്സൺ ടു ഹാക്ക് ഇൻ ടു എ ബ്ലോക്ക് ചെയിൻ. Okay, so moving on. Okay, what are the key features of blockchain? Blockchain, the key features: it is decentralized, it is unbreakable, it is cost effective, and there is no point of failure, and it is transparent. Appo decentralized എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പിക്ചർ റെപ്രസെന്റേഷൻ കാണിച്ചു തരാം. This is what is centralized and what is decentralized. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ. എന്ന് കഴിഞ്ഞാൽ ആ ഒരു ഗവേണിങ് ഒരു പവർ, ഫുൾ പവർ ഈ സെൻട്രൽ നോഡ്, ഈ സെൻട്രൽ കാണുന്ന ആൾക്കാണ് ഫുൾ പവർ ഉള്ളത്. എന്നിട്ട് ബാക്കി എല്ലാവർക്കും അതിന്റെ കീഴേ വരുന്നതാണ്. ബട്ട് ഇൻ എ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം വേർ ഇസ് നോ സെൻട്രൽ അതോറിറ്റി. എന്ന് വെച്ചാൽ പവർ ഒരാളുടെ മുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നില്ല, എല്ലാവർക്കും പവർ ഈക്വലി ഷെയർഡ് ആണ്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മുടെ ഡീസെൻട്രലൈസ് സിസ്റ്റമാണ് ഈ ബ്ലോക്ക് ചെയിൻ റൺ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ബേസിക്കലി ദ പവർ ഇസ് വിത്ത് ദ പീപ്പിൾ. അങ്ങനെയാണ് സംഭവം ഓടുന്നത്. ദെൻ വി ഹാവ് അൺബ്രേക്കബിൾ. അൺബ്രേക്കബിൾ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സോറി ഈ ഇറ്റ് ഈസ് നോട്ട് ഈസിലി ഹാക്കബിൾ. ഞാൻ പറഞ്ഞ പോലെ ഒരു ബ്ലോക്ക് ചെയിനിൽ ദർ ആർ മില്യൺ നമ്പർ ഓഫ് നോഡ്സ് അല്ലെങ്കിൽ മില്യൺ നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സ്, മൈനേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്തെ 51% കൂടുതൽ എണ്ണത്തിന് ടാമ്പർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ആ സിസ്റ്റത്തിലേക്ക് ഇവർക്ക് ഹാക്ക് ചെയ്ത് കയറാൻ പറ്റുള്ളൂ. വിച്ച് ഇസ് ടെക്നിക്കലി നോട്ട് പോസിബിൾ, ബട്ട് ഇമ്പോസിബിൾ അല്ല എന്ന് പറയത്തില്ല. ബട്ട് ഇതുവരെ ഒരു തവണയെ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ ആ മിസ്റ്റേക്സിന് ആൾക്കാർ പഠിച്ചു, അതിന് എന്താ മേക്കപ്പ് ചെയ്തു. അതിന് ശേഷം ഇതുവരെ ഒരു ഹാക്ക് പോലും നടന്നിട്ടില്ല ബ്ലോക്ക് ചെയിനിൽ. പിന്നെ മൂന്നാമത് കോസ്റ്റ് ഇഫക്റ്റീവ്. ഈ കോസ്റ്റ് ഇഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ബേസിക്കലി നമ്മുടെ ടോപ്പിക്ക് വിട്ട് കുറെ അങ്ങ് പോകും. സോ ഞാൻ അത് ഷോർട്ട് ആയിട്ട് വെക്കാം. ഒരു ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്യാൻ വേറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ്. അതിൽ ഒരെണ്ണമാണ് ഈ മൈനിങ്. മൈനിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും വേറെ അവിടെ നമ്മൾ ഈ ഇലക്ട്രിസിറ്റി യൂസേജ് വരും. സോ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് എന്താ പറയാ ഈ ഫോസിൽ ഫ്യൂവൽ. ഇപ്പൊ ബിറ്റ് കോയിനിൽ നമ്മൾ റീസെന്റ് കേട്ട കുറെ ന്യൂസ് ഉണ്ട്. ഈ എൻവയറമെന്റലി ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ട് ബിറ്റ് കോയിൻ ടെസ്ല ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ന്യൂസ് കേട്ടു. ഇറ്റ്സ് ബേസിക്കലി ബിക്കോസ്
മൈൻ ചെയ്യാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ഓവറായിട്ട് യൂസ് ചെയ്യും. ബട്ട് ദർ ആർ ഡിഫറെന്റ് അതർ മെത്തേഡ്സ് ടു മേക്ക് ദിസ് കോസ്റ്റ് ഇഫക്റ്റീവ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും. മൈനിങ് എന്ന് പറഞ്ഞാൽ പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടേഷണൽ പവർ യൂസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ കമ്പ്യൂട്ടേഷണൽ പവർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ഇലക്ട്രിസിറ്റി വരുന്നു. കാരണം ഈ മൈനിങ് പ്രോസസ്സിൽ നടക്കുന്നത് ഇസ് ബേസിക്കലി എന്ന് വെച്ചാൽ ഓരോ ബ്ലോക്സിലെ ഓരോ ഇൻഫർമേഷൻ വെരിഫൈ ആയിക്കൊണ്ടിരിക്കും എപ്പോഴും. ആ വെരിഫിക്കേഷൻ നടക്കുന്ന പ്രോസസ്സിനാണ് ഈ മൈനിങ്. ഈ വെരിഫിക്കേഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മൈനിങ് നടക്കുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആൽഗോറിതം ആണ്. അത് സോൾവ് ചെയ്യലാണ് ബേസിക്കലി ഈ മൈനിങ് പ്രോസസ്സ് നടക്കുന്നത്. പക്ഷെ ഈ ലാർജ് നമ്പർ ഓഫ് യൂസേഴ്സ് വരുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനിങ്ങിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്ക് മൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോഴത്തേക്ക് അവർക്ക് ഈ മൈൻ ചെയ്യാനുള്ളതിന്റെ ലെസർ ചാൻസ് ടു മൈൻ. അപ്പോൾ പേഴ്സൺ വിത്ത് ഹയർ കമ്പ്യൂട്ടേഷണൽ പവർ എന്ന് വെച്ചാൽ കൂടിയ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കൂടിയ ഗ്രാഫിക്സ് കാർഡ്, ഈ ഗ്രാഫിക്സ് കാർഡാണ് ഇതിന്റെ മെയിൻ. ജി പി യു കൂടുതൽ ഉള്ള എന്നുവെച്ചാൽ കൂടുതൽ നമ്മുടെ 2 GB ഗ്രാഫിക്സ് കാർഡ്, 4 GB 6 GB ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയില്ല. അപ്പൊ ഈ കൂടിയ GB ഉള്ള ഗ്രാഫിക്സ് കാർഡ് ഉള്ളവർക്കാണ് ഇത് മൈൻ ചെയ്തിട്ട് ഓരോ ട്രാൻസാക്ഷൻ വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനത്തെ സിനാരിയോ വരുമ്പോഴത്തേക്കും ഈ കൂടുതൽ ഗ്രാഫിക്സ് കാർഡ് റൺ ചെയ്യാൻ വേണ്ടി ഇലക്ട്രിസിറ്റി വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അതാണ് മെയിൻ ആയിട്ട് ഇപ്പൊ മൈനിങ്ങിലുള്ള ഇഷ്യൂ. ബട്ട് അതിനെ സോൾവ് ചെയ്ത് ഇപ്പോൾ കുറെ ഡിഫറെന്റ് മെത്തേഡ്സ് വന്നിട്ടുണ്ട് വിച്ച് യൂസസ് ഓൺലി 0.1% ഓഫ് ദ പ്രസന്റ് ഇലക്ട്രിസിറ്റി കൺസംപ്ഷൻസ്. അപ്പൊ അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നീ വേണം 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അതിന്റെ പുറകെ പോകേണ്ടി വരും. സോ അത് ഞാൻ അവിടെ ഒഴുകുന്നു. ദെൻ ദർ ഇസ് നോ സെൻട്രൽ പോയിന്റ് ഓഫ് ഫെയിലിയർ. ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ ഡീസെൻട്രലൈസ്ഡ് ആണ്. ഇപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് ഇപ്പോൾ ഒരു പോയിന്റിൽ നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് വന്നു അല്ലെങ്കിൽ ഒരു നോഡിൽ നിന്ന് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഫിഗറിൽ ഒരു നോഡിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു നോഡ് ഏതെങ്കിലും ഒരെണ്ണം ഫെയിൽ ആയെന്ന് വെച്ചാൽ ആ സിസ്റ്റം ഫെയിൽ ആകത്തില്ല. ഇറ്റ് വിൽ കീപ് ഓൺ റണ്ണിങ്. ബട്ട് ഇൻ ദ സെൻട്രലൈസ്ഡ് സ്ട്രക്ചർ അവിടെ ഇപ്പോൾ ഇവിടെ ഈ നടുക്കത്തവൻ പോയി കഴിഞ്ഞാൽ ദ ഹോൾ സിസ്റ്റം ഫെയിൽസ്. അത് അത് ബ്ലോക്ക് ചെയിനിൽ ഒരിക്കലും നടക്കത്തില്ല. സോ ഇറ്റ് ഹാസ് നോ പോയിന്റ്സ് ഓഫ് ഫെയിലിയേഴ്സ്. ട്രാൻസ്പാരന്റ്. ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഓൾ ദ ട്രാൻസാക്ഷൻസ് ഇസ് ട്രാൻസ്പെറന്റ്. ഇപ്പൊ എന്ത് സംഭവിച്ചാലും നമുക്ക് ഒരു യൂസറിന് ലൈക്ക് ഏതെങ്കിലും ആൾക്ക് എന്തൊക്കെയാണ് എൻ്റെ അതോടെ ട്രാൻസാക്ഷൻ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ യൂസറിന് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജോസഫ് ഐ ആം സെൻഡിങ് അർജുൻ ഒരു 3 ബിറ്റ്കോയിൻ സെൻഡ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഓർ ഐ എം സെൻഡിങ് ഹിം എനി ക്രിപ്റ്റോ കറൻസി. നിങ്ങൾക്ക് എന്റെയോ അർജുൻ്റെയോ വാളറ്റ് അഡ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോബഡി നോസ്. ലൈക്ക് ബ്ലോക്ക് ചെയിനിൽ ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആൾക്കാർക്കും സ്യൂഡോ അനോണിമസ് എന്ന് കഴിഞ്ഞ് പറയുന്നത് കറക്റ്റ് ടേം എന്ന് പറഞ്ഞാൽ സ്യൂഡോ അനോണിമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരാന്ന് അറിയത്തില്ല. ബട്ട് യു നോ ദർ ഇസ് എ പേഴ്സൺ എ ആൻഡ് ദർ ഇസ് എ പേഴ്സൺ ബി ആൻഡ് അവർ തമ്മിൽ ഇത്ര കറൻസിയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, അത് കാണാൻ പറ്റും. അതാണ് ട്രാൻസ്പെറന്റ് ആയിട്ട് ഉദ്ദേശിച്ചത്. ദ ഐഡന്റിറ്റി ഓഫ് ദ പേഴ്സൺ വിൽ റിമെയിൻ അനോണിമസ്. പക്ഷെ അവൻ എന്തൊക്കെ ട്രാൻസാക്ട് ചെയ്യുന്നു, അവൻ എന്തയക്കുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്തത് ഞാൻ പറയുന്നത് ബിറ്റ്കോയിൻ. സോ വാട്ട് ഇസ് ബിറ്റ്കോയിൻ? Okay, Bitcoin is a digital or a virtual currency. Okay, and it uses blockchain technology to operate with no central authorities or banks. അപ്പോൾ നമ്മളെ ബ്ലോക്ക് ചെയിനിൽ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കറൻസിയാണ് ബിറ്റ്കോയിൻ. ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറെ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട് ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ ആണ്, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ ആണെന്ന് ഒരു മിസ്കൺസെപ്ഷൻ ഒരു ലാർജ് amount ഓഫ് പീപ്പിൾ ഇപ്പോഴും വിചാരിക്കുന്നുണ്ട്. പക്ഷെ അല്ല, ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ ഒരു കറൻസിയാണ്. ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ടെക്നോളജി ഇൻ വിച്ച് ബിറ്റ്കോയിൻ വർക്ക്സ് അറ്റ്. ഇപ്പോൾ വളരെ എളുപ്പമായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയിൻ നമുക്ക് നമ്മുടെ ഫോണിലുള്ള ആൻഡ്രോയിഡ് ആയിട്ട് എടുക്കാം. ആൻഡ് ബിറ്റ്കോയിൻ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ വാട്സാപ്പ്, ഫേസ്ബുക്ക് ഏതാണെന്ന് വെച്ചാൽ അങ്ങനെയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അത്രേ ഉള്ളൂ സംഭവം. ഇതിന്റെ ടെക്നിക്കൽ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കറൻസി, അതാണ് ബിറ്റ്കോയിൻ. ദ ട്രാൻസാക്ഷൻസ് ഇൻ ദ ബ്ലോക്ക് ചെയിൻ ആർ എൻക്രിപ്റ്റഡ് ബൈ ദ ആർട്ട് ഓഫ് ക്രിപ്റ്റോഗ്രഫി.
So hence the currencies that operate on the blockchain are called cryptocurrencies. Okay, ഈ ബ്ലോക്ക് ചെയിനിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും ഇറ്റ് ഈസ് എൻക്രിപ്റ്റഡ് എന്ന് വെച്ചാൽ ഒരു സാധാരണ ആൾക്ക് അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. കാരണം അത് മൊത്തം ജമ്പിൾഡ് ഒരു സ്ട്രിങ് ഓഫ് ക്യാരക്ടേഴ്സ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇപ്പൊ ഈ ബ്ലോക്കിൽ കാണുന്ന ഓരോ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് കണ്ടല്ലോ, ഇറ്റ്സ് എ മിക്സ് ഓഫ് ആൽഫബറ്റ്സ് ആൻഡ് നമ്പേഴ്സ്. അങ്ങനെയാണ് ഓരോ ട്രാൻസാക്ഷന്റെ ഐഡിയും ഓരോ യൂസറിന്റെ നെയിമും ഓരോ അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോ യു കനോട്ട് ഇങ്ങനെ എൻക്രിപ്റ്റഡ് ആണ്. അപ്പോ യു കനോട്ട് ലൈക്ക് ബൈ ചുമ്മാ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തിരിച്ച് മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് എ സ്ട്രിങ് ഓഫ് ക്യാരക്ടേഴ്സ്. സോ ഇറ്റ് ഈസ് എൻക്രിപ്റ്റഡ് ആൻഡ് സോ ഇറ്റ് ഈസ് സേഫ്. ബിറ്റ്കോയിൻ ഇസ് ദ ഫസ്റ്റ് ക്രിപ്റ്റോ കറൻസി. ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാണ് ഈ ബ്ലോക്ക് ചെയിനിലായിട്ട് ഇംപ്ലിമെന്റ്. ഈ ബ്ലോക്ക് ചെയിൻ എന്ന് തന്നെ ബ്ലോക്ക് ചെയിൻ വാസ് ആക്ച്വലി ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആയിരുന്നു ബിഫോർ 2008. അതിനു മുമ്പ് ഒരു തിയറി മാത്രമായിരുന്നു, ഇങ്ങനെ ഒരു ടെക്നോളജി വേണം വിത്ത് അനോണിമിറ്റി, ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ലാണ്ട്, പിന്നെ ട്രാൻസാക്ഷൻ്റെ ഇടയ്ക്ക് ഓരോ മോഡിഫിക്കേഷൻ പോലും നടത്താൻ പറ്റില്ലാത്ത കൂട്ട് ഒരു ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു തിയററ്റിക്കൽ ഇത് മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇൻ 2008 യു എസില് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് നടന്നു. അപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് തൊട്ട് പിറ്റേ വർഷം ആണ് ബിറ്റ്കോയിൻ ഉണ്ടായി വന്നത്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ്. അത് ഉണ്ടാക്കിയത് ഇപ്പോഴും ആരാന്ന് ആർക്കും അറിയത്തില്ല. ബട്ട് ഹി ഓർ ഹെർ ഓർ ദാറ്റ് ഗ്രൂപ്പ് ദേ ഗോ ബൈ ദ നെയിം സത്തോഷി നക്കാമോട്ടോ. അവരാണ് അല്ലെങ്കിൽ ഹിം ഓർ ഹി ഓർ ഹെർ whatever, അവരാണ് അല്ലെങ്കിൽ he or she is the founder of cryptocurrency Bitcoin and implemented blockchain technology. ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വെച്ച് വർക്ക് ചെയ്യുന്ന ബിറ്റ്കോയിൻ. അപ്പോൾ വാട്ട് മെയ്ഡ് ബിറ്റ്കോയിൻ സോ യുണീക്ക് അല്ലെങ്കിൽ സോ എന്താ പറയുക ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ഡീസെൻട്രലൈസ്ഡ്. 2, ഇറ്റ് ഈസ് എൻക്രിപ്റ്റഡ് ബൈ ക്രിപ്റ്റോഗ്രഫി. 3, ഇറ്റ് ഹാസ് ഓൺലി ലിമിറ്റഡ് സപ്ലൈ. ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ there can only be 21 million bitcoins എന്നുവെച്ചാൽ ഒരു ലിമിറ്റഡ് സപ്ലൈ ഉണ്ട്. അതായിരുന്നു അതിന്റെ ഒരു ക്യാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇന്ത്യൻ റുപ്പി അല്ലെങ്കിൽ $, അവർ ഓരോ ദിവസം നമ്മുടെ മിന്റ് അല്ലെങ്കിൽ ട്രഷറിയിൽ അവർ കോടിക്കണക്കിന് പുതിയ നോട്ടുകൾ അടിച്ചുകൊണ്ടിരിക്കുക. അതിനൊരു ലിമിറ്റഡ് സപ്ലൈ ഇല്ല. അതുകൊണ്ടാണ് ഈ ഇൻഫ്ലേഷൻ ഒക്കെ നടക്കുന്നത്. നമ്മൾ ഓരോ വർഷം കൂടുമ്പോഴും നമ്മുടെ സ്ഥലമല്ല സാധനങ്ങൾക്ക് വില കൂടുന്നു. നമ്മൾ ഈ 2020 പാക്കറ്റ് പാലിന് 24 ആണെങ്കിൽ അടുത്ത വർഷം ആകുമ്പോൾ പാല 25, 26, 28 രൂപ അങ്ങനെ കൂടും. ദാറ്റ് ഇസ് ബേസിക്കലി ഹാപ്പനിങ് ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഓരോ രാജ്യത്തെ ഗവൺമെന്റ്സ് ചുമ്മാ കാശ് ഇങ്ങനെ അടിച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കും. സോ ബേസിക്കലി ദാറ്റ് കറൻസി ഇസ് ലൂസിങ് ഇറ്റ്സ് വാല്യൂ. പക്ഷെ ബിറ്റ്കോയിൻ അങ്ങനെയല്ല. ബിറ്റ്കോയിൻ ഓൺലി ഹാസ് ലിമിറ്റഡ് നമ്പർ. അപ്പോൾ 21 മില്യൺ will ever exist. അതിന് കൂടുതൽ ഒരു ഒരെണ്ണം കൂടത്തുമില്ല, അതിൽ ഒരെണ്ണം കുറഞ്ഞു പോകത്തില്ല. എന്നിട്ട് ഈ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ബേസിക്കലി അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ബേസിക്കലി വർക്ക്സ് ഈ സപ്ലൈ ഡിമാൻഡ് എന്നുള്ള ഒരു തിയറി. ദ മോർ ദ സപ്ലൈ ദ ലെസർ ദ ഡിമാൻഡ്, ദ ലെസർ ദ സപ്ലൈ മോർ ദ ഡിമാൻഡ്. അപ്പോൾ സപ്ലൈ കുറയുമ്പോൾ ഇതിന്റെ വില കൂടും. അങ്ങനെയുള്ളത് തുടക്കത്തെ കാലത്ത് നമ്മളിപ്പോ ഇപ്പൊ എല്ലാവരും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറെ നമ്മൾ കേട്ടിട്ടുണ്ട്, പണ്ട് കാലത്ത് ബിറ്റ്കോയിൻ ഇട്ടവർ ഇപ്പൊ കോടീശ്വരന്മാരായിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ബിറ്റ്കോയിൻ ഇസ് എ പീപ്പിൾസ് കറൻസി. അതിന് വാല്യൂ വരുന്നത് വെൻ ഇറ്റ് ഗെയിൻസ് ദ ട്രസ്റ്റ് ഓഫ് പീപ്പിൾ. അപ്പോൾ ദ മോർ പീപ്പിൾ ദാറ്റ് ഗെറ്റ്സ് ഇൻവോൾവ് ഇൻ ടു ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസീസ്, ഇറ്റ് വാല്യൂസ് ഇൻക്രീസസ്. അപ്പോൾ ബിറ്റ്കോയിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് ഇറ്റ് ബേസിക്കലി when the more number of people come into the ecosystem, the crypto അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ തുടക്കത്തിലെ കാലത്ത് ഇറ്റ് വാസ് വർത്ത് ലെസ് ദാൻ എ പെന്നി. നമ്മുടെ ഒരു പൈസ പോലെ അതിന് വിലയില്ലായിരുന്നു. അപ്പൊ അന്ന് അത് 10 പേർക്ക് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1000 ആയി, പിന്നെ അത് കഴിഞ്ഞപ്പോൾ 10000 ആയി. അപ്പൊ അങ്ങനെ when more and more people started to gain trust in Bitcoin, അതിന്റെ വാല്യൂ കൂടി. സോ അങ്ങനെയാണ് ഇപ്പൊ എക്സിസ്റ്റിംഗ്. ഇപ്പൊ ആസ് ഓഫ് നൗ ഐ ബിലീവ് ദ പ്രൈസ് ഓഫ് ബിറ്റ്കോയിൻ ഇസ് അറൌണ്ട് 26 lakhs പെർ കോയിൻ. അങ്ങനെയാണ് ഓരോ വർഷം കൂടുന്നതനുസരിച്ച് അതിന്റെ വില കൂടിയത്. അപ്പോ ദാറ്റ്സ് വാട്ട് ബേസിക്കലി അബൌട്ട് ബിറ്റ്കോയിൻ. ഓക്കെ, then
the applications or uses of blockchain. ഇപ്പൊ ബ്ലോക്ക് ചെയിൻ്റെ ഇതിന്റെ യൂസസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയറിംഗ് ഓഫ് മെഡിക്കൽ ഡാറ്റ. ഒരു മെഡിക്കൽ ഡാറ്റ അല്ലെങ്കിൽ ഇറ്റ് ഈസ് മോർ നമ്മുടെ ഇപ്പൊ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെക്കാളും കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആണ്. ബിക്കോസ് വൺ ഇറ്റ് കനോട്ട് ബി ഹാക്ട്. ഇപ്പൊ എന്തെങ്കിലും നമുക്ക് സേ ഒരു സീക്രട്ട് മെഡിക്കൽ റിസർച്ച് സ്റ്റഡീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യാൻ അതൊക്കെ ആരും ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു ഉറപ്പോടെ നമുക്ക് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വെച്ച് സെൻഡ് ചെയ്യുക, റിസീവ് ചെയ്യുക. NFT marketplace. NFTs is a whole different topic. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഇഷ്ടം പോലെ പറയാനുണ്ട്. ഇൻ എ നട്ട്ഷെൽ ഇറ്റ് ഈസ് നമ്മളിപ്പോൾ ഒരു ഗാലറി, നമ്മൾ ആർട്ട് ഗാലറി പോവുക, അല്ലെങ്കിൽ നമുക്ക് ഡാവിൻസി പെയിന്റ് ചെയ്ത മോണാലിസ എന്നുള്ളൊരു പെയിന്റിങ്, ഇറ്റ് ഈസ് എ യുണീക്ക് ആർട്ട് പീസ്. അത് ദർ ഇസ് ഓൺലി വൺ ഒറിജിനൽ ആർട്ട് പീസ്. അതുപോലത്തെ ഓരോരോ ആർട്ടിസ്റ്റ് ഉണ്ടാക്കുന്ന ആർട്ട് പീസിനെ നമുക്ക് ബ്ലോക്ക് ചെയിനിലേക്ക് കയറ്റാം. ബ്ലോക്ക് ചെയിനിൽ കയറ്റി കഴിഞ്ഞിട്ട് യു വിൽ ഗെറ്റ് എ യുണീക്ക് അഡ്രസ്. ആൻഡ് ആ ബ്ലോക്ക് ചെയിനിൽ അതിന്റെ യൂണീക്ക് ഓണർഷിപ്പ്. സേ ഫോർ എക്സാമ്പിൾ, ഞാനൊരു പെയിന്റിങ് ഉണ്ടാക്കി, ആ പെയിന്റിങ് ഉണ്ടാക്കിയിട്ട് ഐ വോണ്ട് സെൽ ഇറ്റ്. സെൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലോക്ക് ചെയിനിൽ ആൻഡ് ഐ സെൻഡ് ബ്ലോക്ക് ചെയിനിൽ അതിന് എൻ്റെ ഫസ്റ്റ് പെയിന്റിങ്ങിൽ ഞാനിത് എംബെഡ് ചെയ്യും. സോ ആ പെയിന്റിങ് ഇറ്റ് വിൽ ഗെറ്റ് എ യുണീക്ക് അഡ്രസ് which is linked to a blockchain. എന്നിട്ട് ഇത് I can transfer the ownership to someone else. So legally അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും that person owns that original piece of art. അപ്പോൾ more detailed about NFT പറയാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് കുറേ പോകാറുണ്ട്. There are different types of NFTs and അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കുറേ പോകണം. So I'll just leave that അവിടെ തന്നെ വിട്ടിട്ട് ഞാൻ അടുത്തതിലേക്ക് പോവാം. ക്രോസ് ബോർഡർ പേയ്മെന്റ്സ്. ക്രിപ്റ്റോ കറൻസിന്റെ അടുത്ത ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സെൻഡ് ആസ് മച്ച് ആസ് എമൗണ്ട് ഓഫ് മണി. എന്നുവെച്ചാൽ ക്രിപ്റ്റോ കറൻസീസ് ബിറ്റ് കോയിൻ യു ക്യാൻ സെൻഡ് ഇറ്റ് ടു വൺ പേഴ്സൺ ടു അനദർ ഈ ലോകത്ത് എവിടെയാണെങ്കിലും. ഞാനിവിടെ ഇന്ത്യയിലുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങ് ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഹീസ് ഇൻ US. ഐ ക്യാൻ സെൻഡ് ദാറ്റ് കറൻസി ടു ഹിം ഇൻസ്റ്റന്റ്ലി എന്ന് പറഞ്ഞാലും there might be a delay of few minutes, but yes, നമുക്ക് പെട്ടെന്ന് സെൻഡ് ചെയ്യാൻ പറ്റും. നോ ബാരിയേഴ്സ്, നോ എക്സസീവ് ചാർജസ്. സ്മോൾ ട്രാൻസാക്ഷൻ ഫീസ് വരും, പക്ഷെ നോട്ട് എ വെരി ഹൈ amount of charges. ദാറ്റ് ഈസ് ഇപ്പോഴത്തെ നമ്മുടെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിലുള്ള പോലെ തന്നെ അത്രയും ഡിലേ വരത്തില്ല. ഇപ്പൊ ഞാനിപ്പോൾ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ കുറച്ച് ഡോളേഴ്സ്, ഞാൻ US ജോലി ചെയ്യുക, എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ എൻ്റെ പേരൻസ് ഉണ്ട്, അവർക്ക് കുറച്ച് ഡോളേഴ്സ് അയച്ചു കൊടുക്കണം. ഞാൻ അവിടെ നിന്ന് അയച്ചു കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് അറൌണ്ട് 1 to 2 days, മേ ബി മോർ. അവിടെ നിന്ന് ആ ഡോളേഴ്സ് എടുത്തിട്ട് US ഇന്ത്യയിലേക്ക് അയച്ചു കൊടുക്കാൻ. ആൻഡ് ദേ വിൽ ചാർജ് എ വെരി ഹൈ എമൗണ്ട് ഓഫ് സർവീസ് ഓർ കമ്മീഷൻ അവരുടെ സർവീസിന് വേണ്ടി. ദിസ് ഓൾ ക്യാൻ ബി അവോയ്ഡഡ് വിത്ത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. റിയൽ ടൈം IoT ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. അപ്പോൾ IoT ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനാണ്, ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ. അത് IoT ആപ്ലിക്കേഷൻസ് വിൽ ബിക്കം മോർ ആൻഡ് മോർ, എന്താ പറയുക, ഡീസെൻട്രലൈസ്ഡ്. ഇപ്പോൾ there is an interesting project called Helium which runs on blockchain. Basically അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ they are building the people's network എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട്സ്പോട്ട്സ് വെച്ചിട്ട് ഒരു നമ്മുടെ വോഡാഫോൺ ജിയോ പോലെ തന്നെ ഒരു നെറ്റ്വർക്ക്, സെല്ലുലാർ നെറ്റ്വർക്ക്, 5G സെല്ലുലാർ നെറ്റ്വർക്ക്, പീപ്പിൾസ് നെറ്റ്വർക്ക്. they are building it with the help of blockchain. അപ്പോൾ ഒരു സെൻട്രൽ അതോറിറ്റി, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സിം, ഐഡിയ, ജിയോ, എയർടെൽ ഉപയോഗിക്കുന്ന സെല്ലുലാർ കാരിയേഴ്സ്, അവരൊക്കെ ഒരു സെൻട്രൽ അതോറിറ്റിയാണ്. ദേ റൺ ദ ബിസിനസ്. അവരാണ് തലവത്ത് നിൽക്കുന്നത്. അവര് നമുക്കെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരുക. ബട്ട് വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് ബ്ലോക്ക് ചെയിൻ ദിസ് സെൻട്രലൈസ്ഡ് സിസ്റ്റം എടുത്ത് കളയുക. ഇറ്റ് ബിക്കംസ് കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ്. ഈച്ച് ഇൻഡിവിജ്വൽ ബിക്കംസ് എന്താ പറയുക, ഒരു ഹോട്ട്സ്പോട്ട് ആവും. എന്നിട്ട് അവർ ഷെയർ ചെയ്യുന്നു. എന്നിട്ട് അവരുടെ ഹോട്ട്സ്പോട്ട് ആയിരിക്കും ഓരോ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അത് നീ പറയാൻ പോയി കഴിഞ്ഞാൽ ടെക്നിക്കലി കുറെ പോയിട്ട് വരും. സോ ഐ എം ജസ്റ്റ് ലീവിംഗ് ഇറ്റ് ഓവർ ദാറ്റ്. ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് പ്രോജക്ട്. ഇഫ് എനിവൺ വാണ്ട്സ് ടു അതിനെപ്പറ്റി അറിയണമെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ഹീലിയം HNT, ഹീലിയം ടെക്നോളജി അല്ലെങ്കിൽ ഹീലിയം ഹോട്ട്സ്പോട്ട്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നത്. ദെൻ സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് മോണിറ്ററിംഗ്. ഇപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വെൻ ഇറ്റ് കംസ് ടു സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കുറെ നമ്മൾ പറയുന്നത് നമുക്ക് ഈ ഓരോ അഡിഡാസിന്റെ ഷൂസ് അല്ലെങ്കിൽ നൈക്കിയുടെ ഷൂസ് നല്ല വളരെ ചീപ്പ് റേറ്റിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇഷ്ടം പോലെ മാർക്കറ്റിൽ ഓടുന്നുണ്ട്. വിത്ത് ഇംപ്ലിമെന്റിംഗ് ബ്ലോക്ക് ചെയിൻ ഇൻ സപ്ലൈ ചെയിൻ, ദ നമ്പർ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ്സ്
we can make it to zero. So theoretically, our practically implement it, they're working on the technology. Other implement they can make the number of counterfeits to zero. Basically, they can track each product. അത് എവിടെ നിന്ന് വരുന്നു, അത് അതിന്റെ റോ മെറ്റീരിയൽസ് എവിടെ നിന്ന് വരുന്നു, അത് എന്തേരം റോ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നു, അത് എവിടെ നിന്ന്, അതെല്ലാം ഈ ഓരോ ബ്ലോക്ക് ചെയിൻ്റെ ആപ്ലിക്കേഷൻ വെച്ച് ദേ ക്യാൻ ട്രാക്ക് ഇറ്റ്. സോ ദിസ് അവോയ്ഡ്സ് കൗണ്ടർ ഫീറ്റിംഗ്. പിന്നെ പിന്നെന്താ പറയാ, ഈ നമ്മളെ ഓരോ സാധനം A to B ചില സ്ഥലത്ത് കേൾക്കും, നമ്മൾ ഒരു സാധനം ഷിപ്മെന്റ് ഇങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ നടുക്ക് വെച്ച് സാധനം കാണാതെ പോയി, അല്ലെങ്കിൽ ഷിപ്മെന്റ് ലോസ്റ്റ് ആയി, അങ്ങനെയൊക്കെ വരും. പക്ഷെ ഇത് വെച്ചാണെന്നുണ്ടെങ്കിൽ ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ദേ ക്യാൻ അവോയ്ഡ് ഓൾ ദാറ്റ്, ദേ ക്യാൻ ട്രാക്ക് ഇറ്റ്. പിന്നെ നെക്സ്റ്റ് ഈസ് ദ വോട്ടിംഗ് മെക്കാനിസം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എലക്ഷൻസ് ക്യാൻ ബി മെയ്ഡ് ടു ഇലക്ട്രോണിക് മീഡിയം. എന്നിട്ട് വെച്ചാൽ നമ്മുടെ മാനുവൽ നമ്മൾ പോളിൽ പോയി വോട്ട് ചെയ്യുന്നത് ദേ ക്യാൻ, എന്നുവെച്ചാൽ ഇപ്പൊ കറപ്ഷൻ നടക്കുന്നുണ്ട്, കുറെ രാജ്യത്ത് ഇങ്ങനെ റിഗ്ഡ് എലക്ഷൻസ് നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. സോ ദിസ് ഓൾ ക്യാൻ ബി അവോയ്ഡഡ് വിത്ത് ദ ഇംപ്ലിമെന്റിംഗ് ഓഫ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ദാറ്റ് അതും ഇപ്പൊ ആസ് ഫാർ ആസ് ഐ നോ, ചില കൺട്രീസ് ദേ ആർ ഓൾറെഡി പ്ലാനിങ് ആൻഡ് ദേ ആർ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് വിത്ത് റിസർച്ച് ആൻഡ് അത് ഓൾമോസ്റ്റ് ഇംപ്ലിമെന്റേഷൻ എത്തിയെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഈ എലക്ഷൻ അല്ലെങ്കിൽ വോട്ടിംഗ് എല്ലാം ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വഴി നടത്താൻ പറ്റും. പിന്നെ ബാങ്കിങ്, ഒബ്വിയസ്ലി ബാങ്കിങ് എന്ന് പറയുന്നത് ഇപ്പൊ ട്രഡീഷണൽ ബാങ്കിങ് എടുത്ത് കളഞ്ഞിട്ട് ദേ ആർ കമ്മിങ് ടു സംതിങ് കോൾഡ് ആസ് ദ ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ സെൻട്രൽ അതോറിറ്റി ബാങ്കിങ്, പക്ഷെ പീപ്പിൾ ക്യാൻ സ്റ്റോർ ദെയർ മണി ഇൻ ദ ഫോം ഓഫ് ക്രിപ്റ്റോ കറൻസീസ് ആൻഡ് ദേ ക്യാൻ ഏൺ ഇൻട്രസ്റ്റ്. ആൻഡ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റമാണ് ഈ ബാങ്കിങ്ങിൽ വരുന്നത്. ആൻഡ് ദർ ആർ മെനി മോർ കൗണ്ട്ലെസ് ആപ്ലിക്കേഷൻസ് ഫോർ ബ്ലോക്ക് ചെയിൻ. So next is the part where I'm going to talk about the different myths or the mistakes that people believe in. First thing I'm covering upon is Bitcoin or blockchain a scam? Okay, idana most commonly asked question or what people believe. But ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ is Bitcoin or blockchain a scam എന്ന് വെച്ച് കഴിഞ്ഞാൽ it can be said as yes and no. Basically because ഫസ്റ്റ് ഓഫ് ഓൾ പീപ്പിൾ മിസ്കൺസെപ്റ്റ് ചെയ്യുന്നു ഈ ബ്ലോക്ക് ചെയിൻ ബിറ്റ്കോയിനും ഒന്നാണ്, പക്ഷെ അല്ല. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ചെയിൻ ഇസ് എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെക്നോളജി ആൻഡ് ബിറ്റ്കോയിൻ ഇസ് എ ക്രിപ്റ്റോ കറൻസി. അപ്പോൾ ആൾക്കാർ ക്രിപ്റ്റോ കറൻസി സ്കാം ആണെന്ന് വിചാരിച്ച് അവർക്ക് ക്രിപ്റ്റോ കറൻസിന്റെ കൂടെ ഒബ്വിയസ്ലി പോകുന്ന സംഭവമാണ് ബ്ലോക്ക് ചെയിൻ. സോ അവർ ബ്ലോക്ക് ചെയിൻ ഒരു സ്കാം ആണ് എന്ന് പറഞ്ഞ് ടാഗ് ചെയ്യുന്നു. ബട്ട് basically what happens is people don't understand the fundamental principles of blockchain and Bitcoin or cryptocurrencies. അവർക്ക് മനസ്സിലാക്കത്തില്ല, എന്നിട്ട് അവർ അറിയാണ്ടാണ് ഈ ഓരോന്ന് പറയുന്നത്. ആൻഡ് പീപ്പിൾ ആൾക്കാർ ബ്ലോക്ക് ചെയിനിൽ അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് ചെയ്ത് കാശ് ഇഷ്ടം പോലെ നഷ്ടപ്പെടുന്നു, ഇങ്ങനെയാണ് ഇതാണെന്നൊക്കെ പറയുന്നു. ബട്ട് ബേസിക്കലി വാട്ട് ഹാപ്പൻഡ് ഈസ് അവർ റിസർച്ച് നടത്താണ്ട് ദേ മേക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ദേ മേക്ക് വെരി ബാഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ദാറ്റ്സ് ഹൗ ദേ ലൂസ് മണി. അങ്ങനെ ഇഷ്ടം പോലെ കാശ് നഷ്ടപ്പെടുന്നു. പിന്നെ രണ്ട്, ആർ ബ്ലോക്ക് ചെയിൻസ് കോസ്റ്റ്ലി ആൻഡ് ഇൻഎഫിഷ്യൻറ്റ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്ക് ചെയിൻസ് വേർ യു ക്യാൻ, നേരത്തെ ഒരു കാലം കുറച്ച് നാൾ മുമ്പ് വരെ യു ക്യാൻ സേ ദേ വെർ എക്സ്പെൻസീവ് ബിക്കോസ് ഓഫ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ദേ കൺസ്യൂം. പക്ഷെ ഇപ്പോൾ ദേ ആർ കമ്മിങ് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺസെൻസസ് മെത്തേഡ്സ്. അതുകൊണ്ട് അവർക്ക് ദേ ആർ ഏബിൾ ടു റെഡ്യൂസ് ദ ഇലക്ട്രിസിറ്റി ആൻഡ് കോസ്റ്റ് ബൈ എ വെരി ഡ്രാസ്റ്റിക് എമൗണ്ട്. അതുകൊണ്ട് റൈറ്റ് നൗ ദേ ആർ most of the places are coming to an eco-friendly അല്ലെങ്കിൽ more electricity and environmental sustainable methods ആയിട്ടിലേക്ക് ഇപ്പൊ വരുന്നുണ്ട്. ആൻഡ് എന്താ പറയാ, ആൻഡ് മോർ ഓവർ അവർ ഈ ഇലക്ട്രിസിറ്റിയുടെ യൂസേജ് ദേ ആർ സ്വിച്ചിങ് ടു റിന്യൂവബിൾ റിസോഴ്സസ് സച്ച് ആസ് സോളാർ, ജിയോ തെർമൽ എനർജി ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി. സോ ബേസിക്കലി നമ്മൾ നാച്ചുറൽ ഫോസിൽ ഫ്യൂവൽസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യത്തില്ല. ഇത് മൂന്ന്, ദിസ് ഇസ് വെരി ഫണ്ണി, ബ്ലോക്ക് ചെയിൻ ആൻഡ് മണി ചെയിൻ ആർ സെയിം. ലൈക്ക് എന്നോട് കുറെ പേര്, ലൈക്ക് ഞാൻ കുറെ ലൈക്ക് ഓരോ കമ്മ്യൂണിറ്റീസിൽ ചെന്ന് കഴിയുമ്പോൾ ലൈക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കുറെ ആൾക്കാർക്ക് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ബ്ലോക്ക് ചെയിനും മണി ചെയിനും ഒന്നാണ്. അവർ ഈ ചെയിനെന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും ബ്ലോക്ക് ചെയിനും മണി ചെയിനും ഒന്നാന്നും പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ ബേസിക്കലി വാട്ട് ഹാപ്പൻ ഇസ് കുറെ സ്കാമുകൾ നടക്കുന്നുണ്ട്. സിൻസ് ബ്ലോക്ക് ചെയിൻ ഇസ് എ റിലേറ്റീവ്ലി ന്യൂ ടെക്നോളജി, ഈ കള്ളത്തരം കാണിക്കുന്നവന്മാരെ അത് മുതലെടുക്കും, എന്നിട്ട് ഓരോ സ്കാമിന് തട്ടിപ്പുകൾ ഇറക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഈ ബ്ലോക്ക് ചെയിൻ്റെ പേര് എന്നും പറഞ്ഞിട്ട് ഓരോ തട്ടിപ്പ് സ്കാം ഇട്ട് ഇനി ഇറങ്ങും നമ്മുടെ നാട്ടിൽ. നമ്മുടെ ഇഫ് യു ഗോ ടു ദ നോർത്തേൺ പാർട്സ് ഓഫ് കേരള, അവിടെയാണ് മോസ്റ്റ് ഇറ്റ് ഇസ് കോൺസെൻട്രേറ്റഡ് ഓവർ ദർ.
അവിടെ കൂടുതലും ഇതുപോലത്തെ സ്കാമുകൾ നടക്കാറുണ്ട്. അവർ പറയും ബിറ്റ് കോയിൻ ഞങ്ങൾ പുതിയ ബിറ്റ് കോയിൻ പോലെ പുതിയ കോയിൻ ഇറക്കും, എന്നിട്ട് ബ്ലോക്ക് ചെയിനിൽ ഓടുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ നിന്ന് കാശെല്ലാം മേടിച്ചുകൊണ്ട് പോയിട്ട് അവർ മുങ്ങും. എന്നിട്ട് ഇവൻച്വലി ഹൂ ഗെറ്റ്സ് ദ ബ്ലെയിം? ബിറ്റ് കോയിൻ ആൻഡ് ബ്ലോക്ക് ചെയിൻ. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ആക്ച്വലി അങ്ങനെ ഒരു അല്ല, there is no connection between money chain or blockchain. It is something totally different. Then all the data put on blockchain is public. So is it safe? ഇപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞു blockchain is transparent. So what happens is that നമ്മുടെ data which goes in blockchain is public. That is true. But our data is all encrypted. So ഒരാൾക്ക് വെറുതെ it is near to impossible to decode that data. And ഈ ഡാറ്റ സെൻഡ് ആകുന്നത്, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഐ എം സെൻഡിങ് സം കറൻസി ടു അർജുൻ. അപ്പോൾ ജോസഫ്, നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ ജോസഫ് എന്നൊരു പേര് അവിടെ കാണത്തില്ല. ഇൻസ്റ്റെഡ് യു വിൽ സീ സ്ട്രിംഗ് ഓഫ് ക്യാരക്ടേഴ്സ്. ഇപ്പൊ ഓരോ ആൾക്കാർക്കും ദേ ആർ ഗിവൺ എ യുണീക് സ്ട്രിംഗ് ഓഫ് ക്യാരക്ടേഴ്സ് ഫോർ ദെയർ വാളറ്റ്. നമ്മുടെ എവിടെയാണ് നമ്മുടെ കറൻസി സ്റ്റോർ ചെയ്യുന്നത് അതിനൊരു യുണീക് അഡ്രസ് ഉണ്ട്. ആ അഡ്രസ് ഇഫ് യു മേക്ക് ഇറ്റ് പബ്ലിക്, ലൈക്ക് സേ എൻ്റെ അഡ്രസ് ഞാൻ പബ്ലിക്കലി കൊടുത്തു കഴിഞ്ഞാൽ ദെൻ യു ക്യാൻ ട്രാക്ക് മൈ എവറി സിംഗിൾ ട്രാൻസാക്ഷൻ ദാറ്റ് ഐ മേക്ക്. സോ അങ്ങനത്തെ സിനാരി വരുമ്പോൾ ഇറ്റ് ബിക്കംസ് പബ്ലിക്. അൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഞാൻ ആർക്ക് എന്ത് അയച്ചു നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ അഡ്രസ്സ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ദെൻ യു ക്യാൻ ഫൈൻഡ് വാട്ട് ഓൾ ട്രാൻസാക്ഷൻസ് ഐ മേക്ക്. അപ്പോൾ അങ്ങനെയുള്ളത് അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. പിന്നെ സോ ഇസ് ഇറ്റ് സേഫ്? യെസ്, ഇറ്റ് ഇസ് ടോട്ടലി സേഫ്. Then one of the things that I didn't mention over here is that കുറെ പേര് പറയുന്നുണ്ട് this cryptocurrency or blockchain technology അത് കാരണം there is lots of illegal activities happening. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് വെബില് ഡ്രഗ്സ് മേടിക്കാൻ ഉപയോഗിക്കുന്നു, then ടെററിസ്റ്റ് ഫണ്ടിങ്, ഇതൊക്കെ നടക്കുന്നത് ബ്ലോക്ക് ചെയിൻ ആൻഡ് ബിറ്റ് കോയിൻ വെച്ചാന്ന് പറയുന്നു. ബട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി എടുത്ത് നിങ്ങൾ കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ only 0.35 of the currencies that are used, ദാറ്റ് ഈസ് അത് മാത്രം, ആ 0.35 മാത്രമേ ക്രിപ്റ്റോ കറൻസി ആയിട്ട് ഉപയോഗിക്കാറുള്ളൂ ഫോർ ഇല്ലീഗൽ പേർപ്പസസ്. ആൻഡ് നമ്മുടെ ഇപ്പോൾ ഉള്ള ഇന്ത്യൻ റുപ്പി, ഡോളേഴ്സ്, ഇതൊക്കെ അതുപോലെ നേറ്റീവ് കറൻസീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഫണ്ട് അപ്പോൾ അവരുടെ യൂസേജ് വരുന്നത് ഫോർ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഇസ് മോർ ദാൻ 5%, 5 to 6%, ആ റേഞ്ചാണ് വരുന്നത്. സോ ഇറ്റ്സ് ഓൾ എ മാറ്റർ ഓഫ് പെർസ്പെക്റ്റീവ്. ആൾക്കാർ ദേ സീ ബ്ലോക്ക് ചെയിൻ ആസ് സംതിങ് നെഗറ്റീവ്, സോ അത് എംഫസൈസ് ചെയ്ത് കാണിക്കും. But technically നമ്മുടെ ഇവിടെ ട്രഡീഷണൽ കറൻസീസ് ആണ് ദേ ആർ യൂസ്ഡ് മോർ ഫോർ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ബിക്കോസ് പേപ്പർ കറൻസീസ് ആർ നോട്ട് ട്രേസബിൾ. പക്ഷെ ബിറ്റ് കോയിൻ ഈസ് അവർ ക്രിപ്റ്റോ കറൻസീസ് ആർ ട്രേസബിൾ. അവർ എങ്ങോട്ട് പോകുന്നു, ഞാൻ പറഞ്ഞ പോലെ ഒരു അഡ്രസ്സ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ പേപ്പർ കറൻസീസ്, ബ്ലാക്ക് മണി, അത് എവിടെ പോകണു, ആര് പോകുന്നു, എവിടെ പോകുന്നു, ആർക്കൊന്നും അറിയത്തില്ല. Then enterprises, businesses are not adopting blockchain technology. ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട് ഇപ്പൊ ബ്ലോക്ക് ചെയിൻ ഇസ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എഫിഷ്യന്റ്. അപ്പൊ ഇതുകൊണ്ടൊക്കെ കാരണം മെനി കമ്പനീസ് ഓർ മെനി സ്റ്റാർട്ടപ്സ് ആർ നോട്ട് അഡോപ്റ്റിംഗ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. പക്ഷെ ഇപ്പൊ നിങ്ങൾ എടുത്ത് സ്റ്റാറ്റ്സ് അല്ലെങ്കിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഫോർച്യൂൺ 500 കമ്പനീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ റവന്യൂ നെറ്റ്വർക്ക്സ് ഉള്ള കമ്പനികളിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. അവരാണെങ്കിൽ പറയുന്ന ആ കമ്പനീസ് ആണ് എന്താ പറയാ, they already started adopting blockchain technology for various purposes. Walmart, Amazon, Apple, ഇവരൊക്കെ ഓരോരോ അവരുടെ ആപ്ലിക്കേഷനിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് തന്നെ പല തരം ബ്ലോക്ക് ചെയിനുകളുണ്ട്. സോ അതിലേക്ക് പോയി കഴിഞ്ഞാൽ കുറെ സമയം പോകും, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പോകത്തെ. സോ ബ്ലോക്ക് ചെയിൻ ദർ ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്ലോക്ക് ചെയിൻസ് ഫോർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പേർപ്പസസ്. സോ സേ ഫോർ എക്സാമ്പിൾ there is a ബ്ലോക്ക് ചെയിൻ കോൾഡ് VeChain. ഈ VeChain എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ എന്ന് പറയാം, ഇറ്റ്സ് എ ഡിഫറെന്റ് യൂണിക് ടൈപ്പ് ഓഫ് ബ്ലോക്ക് ചെയിൻ ദാറ്റ് ഇസ് യൂസ്ഡ് ഫോർ ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ്. ആ പർപ്പസ്, ആ ഒരു ഫീൽഡിലേക്ക് വേണ്ടി. അപ്പൊ ആ ടെക്നോളജി വാൾമാർട്ട് ഇപ്പൊ പതുക്കെ അവർ അനലൈസ് ചെയ്യുന്നു. ദേ ആർ ട്രൈങ് ടു ഇംപ്ലിമെന്റ് ദാറ്റ് ടെക്നോളജി ഇൻ ടു ദെയർ സിസ്റ്റം. എന്നിട്ട് അത് വെച്ചിട്ട് അവർ അവരുടെ ഫംഗ്ഷനിങ് ഇൻ ദ ഫ്യൂച്ചർ കുറച്ചും കൂടെ ഇത് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം നോക്കുന്നത്. സോ so there are different types of blockchain. So അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല because it takes a lot of time. Then if you see, these are some of the most common, I mean like famous companies that has already adopted blockchain technology. Banking and finance നോക്കുകയാണെങ്കിൽ Visa, Mastercard, നമ്മുടെ കാർഡ്സ് ഉപയോഗിക്കുന്നത് അവർ ഓൾറെഡി ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. Barclays is a popular bank in the UK.
then HSBC Bank, BBVA, then supply chain field like the Walmart, Walmart, Ford, Unilever, പിന്നെ AB InBev എന്ന് പറഞ്ഞ ഓരോ കമ്പനീസ്. ഇൻ ഹെൽത്ത് കെയർ വരുന്ന ഫൈസർ, നമ്മുടെ വാക്സിൻ ഇറക്കിയ ഫൈസർ, ഇവരൊക്കെ DHL, ഇവരെല്ലാം ഓരോരുത്തരും അവരവരുടെ ഫീൽഡിൽ അതിന് റെസ്പെക്റ്റീവ് ആയ ബ്ലോക്ക് ചെയിനിലേക്ക് അവർ ടെക്നോളജി അവർ ഇംപ്ലിമെന്റ് ചെയ്ത് യൂസ് ചെയ്യുന്നു. Then different governments, if the Singapore is known as the hub of blockchain development technology, they are nearly implementing blockchain in every single possible way they can. Our blockchain technology is booming at a very high fast-paced rate. ഇപ്പോൾ സിംഗപ്പൂരിലൊക്കെ ആണെങ്കിൽ ബ്ലോക്ക് ചെയിൻ ഇപ്പോൾ നല്ല ഇംപ്ലിമെന്റ് ഉണ്ട്, നല്ല സാലറി കിട്ടുന്ന എംപ്ലോയ്മെന്റ് ഇപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ എഞ്ചിനീയേഴ്സിന് നല്ല സ്കോപ്പുള്ള സ്ഥലമാണ് സിംഗപ്പൂർ. അവിടെ ഇപ്പോൾ ഭയങ്കരമായിട്ട് opportunities എല്ലാം പ്രൈസ് ചെയ്ത് വന്ന സ്ഥലമാണ്. Then moving on, then India തന്നെ there are like plenty of startups that are running or successfully with blockchain technology, and the pretty popular ones are the ones I mentioned over here. The Polygon Matic, they are the ones that recently make the headlines for നമ്മുടെ ഇന്ത്യ കോവിഡിന് വന്നപ്പോൾ ഇന്ത്യൻ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി അവര് ഒരു fundraiser നടത്തിയായിരുന്നു. And this fundraiser was basically hosted by the Polygon Matic company. അപ്പൊ അവരാണ് ഈ ഫണ്ട്റൈസർ ഓർഗനൈസ് ചെയ്തത്. എന്നിട്ട് അവരുടെ ഫണ്ടിലേക്കാണ് ഇപ്പൊ കുറെ നമ്മുടെ ന്യൂസ് കേട്ടായിരുന്നു, ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈക്ക് ഫോറിനിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കെയിം ടു ഇന്ത്യ ആൻഡ് ക്രിപ്റ്റോ ആൻഡ് ഡൊണേഷൻസ്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ബ്രെറ്റ്ലി, he donated 41 lakh rupees to the Indian COVID fund. That basically what it did was, anna samayathu oru Bitcoin value was 41 lakh. He donated 1 Bitcoin for the COVID relief to India. So angane aayirunnu avade. So see, appo international transaction instantly happening, angane oru application angane avade blockchain വെച്ചിട്ട് അവിടെ ഒരു ഇത് നടക്കുന്നു, ഫണ്ട് റൈസിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. സോ അന്ന് ഈ പോളിഗൺ മാറ്റിക് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ഫണ്ട് റൈസിംഗ് ഓർഗനൈസ് ചെയ്തത്. ആൻഡ് ദേ മെയ്ഡ് a very large significant amount of money during that charitable fundraiser. Then another one is WazirX. WazirX is like a cryptocurrency exchange. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ TV-യിൽ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് കാണുന്നത് ഗ്രോ അപ്പ് സ്റ്റോക്സ് എന്നൊക്കെ പറഞ്ഞ് കാണുന്ന പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പോലെ തന്നെ ക്രിപ്റ്റോ കറൻസി ഓൾസോ ഹാസ് എ മാർക്കറ്റ്, എൻ എക്സ്ചേഞ്ച്. നമുക്ക് ക്രിപ്റ്റോ കറൻസി മേടിക്കാനും വിൽക്കാനും പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ എക്സ്ചേഞ്ചസ്. അവിടെ അതുപോലെ ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആയിരുന്നു WazirX. They started in 2018 and now is one of India's largest, എന്താ പറയുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ് WazirX ഇപ്പോൾ. And they make a very large amount of money every single year. Then another one is EPNS. It is a startup that also started in India. ഇതെല്ലാം ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആണ്. Easy-Fi, InstaDapp, Net Finance. These are all popular startups that has ഒരു നല്ല നിലയിൽ ഇപ്പൊ ഡെവലപ്പ് ചെയ്ത് എത്തി വന്നേക്കുന്ന ഒരു ഗ്ലോബൽ സ്കെയിലിൽ എത്തിയേക്കുന്നവരാണ് ഈ പറയുന്ന സ്റ്റാർട്ടപ്സ് എല്ലാം. സോ യാ, ദാറ്റ്സ് ഓൾ ഐ ഹാവ് ഫോർ ടുഡേ. താങ്ക് യു ഫോർ ലിസണിങ് ഗൈസ്.